മക്കളെ UK വല്ലുവാണ് ഗ്ലോ ആൻഡ് കോന്ന് 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കാണാനിടയായിട്ടോ. എന്താ ഭയങ്കര ഒരു മനസ്സലിയിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ലണ്ടനിലെ ആദ്യത്തെ മലയാളി ഫുഡ് ട്രക്കായ കറി സ്റ്റോപ്പിന്റെ വീഡിയോ, അത് നമ്മുടെ ഷെയർ ചെയ്ത വീഡിയോ കേട്ടോ. അവർ രാത്രി ബിസ്ക്കറ്റ് കഴിച്ച് കിടക്കാറുണ്ട്, വെള്ളം കുടിച്ച് കിടക്കാറുണ്ട്. നമുക്കറിയാം വിശപ്പിന്റെ വിളി എന്താണ്. പഠിക്കാൻ വന്ന ഏതെങ്കിലും സ്റ്റുഡൻസ് വിശപ്പ് സഹിച്ച് രാത്രി കിടക്കണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. ഒരു ദിവസം 3 പേർക്ക് അവർക്ക് വയറ് നിറയെ ഭക്ഷണം. എന്നെ ഭയങ്കര മനസ്സിനെ വലിച്ചൊരു വീഡിയോ ആണ്. ഒരു പൗണ്ടിന് വിശക്കുന്ന കുട്ടികൾക്ക്, അതായത് സ്റ്റുഡൻസ് ആയിട്ടും അല്ലെങ്കിൽ ഡിപ്പെൻഡ് ആയിട്ടും നല്ല വിശപ്പുള്ള കുട്ടികൾക്ക് 3 പേർക്ക് ഒരു ദിവസം ആള് 1 പൗണ്ടിന് ഫുഡ് പറഞ്ഞിട്ടാണ് ആ ഒരു ചലഞ്ച് ആളിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര മനസ്സിലൊരു അടുപ്പം തോന്നി ആ ഒരു വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു ചലഞ്ച് ഞങ്ങൾ 5 പേർക്കായിട്ട് ഷെയറിന്റെ കൂടെ കൂടിയിട്ടതേ ഗ്ലോ ആൻഡ് കോൽ വെച്ച് ചെയ്യാൻ പോവാണ്. കോൾചെസ്റ്ററിലെ SXൽ നമ്മുടെ ഈ പരിസരത്തുള്ള കുട്ടികൾക്ക് വിശന്നിരിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഒരു മടി ഉണ്ടാവും. ഓക്കെ, എൻ്റെ പൈസ ഒന്നുമില്ല, എങ്ങനെ ഒന്ന് പോയി ചോദിക്കണം, പണ്ടത്തെ കാലമൊന്നുമല്ലോ. അപ്പോൾ ആ ഒരു മടിയും വേണ്ട, ധൈര്യമായിട്ട് പോരാം. വിശന്നിരിക്കുന്ന പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലോ ആൻഡ് കോൽ കോൾചെസ്റ്ററിലേക്ക് പോരാ. 1 പൗണ്ടിന് നിങ്ങൾക്ക്, അതും വൈകിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഫുഡ് കഴിക്കാതെ. അപ്പോൾ നിങ്ങൾ വിശന്ന് കിടന്ന് ഉറങ്ങണ്ട, 1 പൗണ്ടിന് നിങ്ങൾക്ക് ഫുഡ് തരാം. മാത്രമല്ല അതും 5 പേർക്ക് ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങളുടെ സ്ഥാപനം എല്ലാ ദിവസവും രാത്രി 10:45 വരെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആരും വിശന്നിട്ട് ഉറങ്ങാതിരിക്കണ്ട, പോരെ ഗ്ലോ ആൻഡ് കോലേക്ക്. ഞങ്ങളുണ്ട് കൂടെ. ഷെയറിന്റെ ഈ ചലഞ്ച് ഞങ്ങളും ഏറ്റെടുക്കാണ് വളരെ സ്നേഹത്തോടെ. ഞങ്ങളെ പോലെ ഒരുപാട് ആളുകൾ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കട്ടെ. ഷെയറിനെ പോലെ അല്ലെങ്കിൽ ഞങ്ങളെ പോലെ നിങ്ങൾക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലും ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക. ഫുഡിനായിട്ടുള്ള ചലഞ്ച് ഞങ്ങൾ കൊടുക്കുന്നത് 5 പേർക്കാണ്. 10 പേർക്കായിട്ട് റെഡിയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണട്ടെ ഈ വീഡിയോ. ഇപ്പം തന്നെ ഷെയർ ചെയ്തേക്കാം. അടച്ചൊരു പട്ടിണി കിടക്കുന്ന പിള്ളേരിലേക്ക് ഈ വീഡിയോ എത്തിക്കട്ടെ. നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്തോട്ടോ.